ബാലരാമപുരത്ത് 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണത്തോട് സഹകരിക്കാതെ പ്രതി ഹരികുമാർ. ദേവേന്ദുവിനെയും സഹോദരിയെയും അമ്മാവനായ ഹരികുമാർ പലപ്പോഴും ഉപദ്രവിച്ചിരുന്നുവെന്ന് കുട്ടിയുടെ അമ്മ ശ്രീതു പോലീസിനോട് മൊഴി കൊടുത്തു. കൊല്ലപ്പെട്ട ദേവേന്ദുവിൻ്റെ മൂത്ത സഹോദരി, പിതാവ് ശ്രീജിത്ത്, മുത്തശ്ശി ശ്രീകല എന്നിവർ പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാനിരിപ്പുണ്ട്. വിവരങ്ങളുമായി ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സലീം മാലിക് ചേരുന്നു. അതുപോലെ ഈ കുടുംബം താമസിക്കുന്ന വീടിന് മുന്നിൽ ഞങ്ങളുടെ പ്രതിനിധി അജീഷ് ജയകുമാറും കാത്തു നിൽക്കുന്നു. സലീം മാലിക് ആദ്യം ചേരുന്നു. സലീം, യഥാർത്ഥത്തിൽ ഇവരുടെ ഈ വന്ന ബന്ധുക്കളുടെ മൊഴിയൊക്കെ എടുത്തോ പോലീസ്, അതോ അവർ കാത്തിരിക്കുകയാണോ? മൊഴികളിൽ ചില അവ്യക്തതകൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ അവ്യക്തതകൾ മാറ്റിയതിനു ശേഷം പ്രതിയെ കോടതിയിലേക്ക് ഹാജരാക്കാം എന്നുള്ളതാണ് തീരുമാനം. ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. കാരണം ഇന്നലെ 5 മണി സമയത്തോടു കൂടിയായിരുന്നു പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ പരമാവധി മൊഴികളിൽ ഈ അവ്യക്തതകൾ കൂടി പരിഹരിച്ച ശേഷം കോടതിയിലേക്ക് ഹാജരാക്കാം എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കുടുംബത്തെ വീണ്ടും ഇവിടേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ചോദ്യം ചെയ്തിരുന്നത്, സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്തിരുന്നത് അച്ഛനെയും മുത്തശ്ശിയെയും അമ്മയുമായിരുന്നെങ്കിൽ ഇന്ന് കുറച്ചുകൂടി വലിയ നിലയിലേക്ക് മൊഴിയെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ അച്ഛനും ഈ കുട്ടിയുടെ പിതാവും ഒപ്പം തന്നെ പിതാവിൻ്റെ പിതാവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മുത്തശ്ശിയും കുട്ടിയുടെ വല്യച്ഛനും കുട്ടിയുടെ സഹോദരിയും മൂത്ത സഹോദരിയെയും എത്തിച്ചിട്ടുണ്ട്. ഇത് ഈ ശ്രീതു ഇന്നലെ മൊഴി നൽകിയിരുന്നു. ഹരികുമാർ നേരത്തെ മൂത്ത കുട്ടിയെയും ഉപദ്രവിച്ചിരുന്നു എന്നതുൾപ്പെടെയുള്ള മൊഴികൾ ചിലത് ഏറ്റവും ഒടുവിൽ നൽകിയിരുന്നു. അക്കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ മൂത്ത സഹോദരിയെ കൂടി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ മൂത്ത കുട്ടിയിൽ നിന്ന് അത്തരത്തിൽ അമ്മാവിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ ആണ് പ്രത്യേകമായും പോലീസ് ശ്രമിക്കുന്നത്. മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി പോലീസിനെ ചോദിച്ചറിയേണ്ടതുണ്ട്. അത് നേരത്തെ തന്നെ ഈ ചെറിയ കുട്ടി ജനിച്ചതിന് ശേഷമാണ് ഈ ശ്രീതുവിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായത് എന്നൊക്കെ ഇയാൾ വിശ്വസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിലയിലുള്ള കാരണം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഹരികുമാറിൻ്റെ മുൻ സ്ഥലങ്ങൾ, ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങൾ, ജോലി എന്ന് പറയുമ്പോൾ അങ്ങനെ ഇയാൾ ഒരു സ്ഥിരമായ ഏതെങ്കിലും സ്ഥലത്ത് ജോലിക്ക് പോയിരുന്ന ആളല്ല. ഇടയ്ക്കിടയ്ക്ക് ചിലയിടങ്ങളിൽ സഹായിയായൊക്കെയാണ് പോയത്. അങ്ങനെയുള്ള ജോലി എടുത്തിരുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളിൽ നിന്നും ഇയാളുടെ സ്വഭാവങ്ങളെക്കുറിച്ച് പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ മുഴുവനായി, അതായത് ഒരു FIR തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു സമഗ്രമായ നിലയിലേക്ക് ആ കേസിൻ്റെ മൊഴികളെല്ലാം ക്രോഡീകരിച്ചതിന് ശേഷം കോടതിയിലേക്ക് ഹാജരാക്കുക എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. മാത്രമല്ല ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ അതിലൊരു വ്യക്തത വരുത്തിയതിന് ശേഷം മാധ്യമങ്ങളെ കാണാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണാനും ശ്രമം നടത്തുന്നുണ്ട്. ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുമ്പോൾ മാത്രമേ ഇപ്പോഴുള്ള ഊഹാപോഹങ്ങളൊക്കെ അവസാനിക്കുകയുള്ളൂ. കാരണം ഇന്നലെ തന്നെ ഈ പോലീസ് ഔദ്യോഗികമായി നമ്മളെ അറിയിച്ചിരിക്കുന്ന കാര്യം അത് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞിനെ കൊന്നത് ഹരികുമാറാണ് എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള ബാക്കി കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഓക്കെ, സലീം മാലിക്കാണ് ബാലരാമപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ നമുക്കൊപ്പം ചേർന്നത്. ഇനി ഈ കുടുംബം താമസിക്കുന്ന വീടിൻ്റെ മുന്നിൽ അജീഷ് ജയകുമാറുണ്ട്. അജീഷ്, മറ്റെന്തെങ്കിലും വിവരങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ടോ? എന്തായാലും ഈ ഹരികുമാറിന്റെ ഒരു സ്വഭാവ പ്രകൃതം, അതിനെക്കുറിച്ചാണ് നാട്ടുകാരൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞത്. അതായത് അധികം ആരോടൊന്നും സംസാരിക്കാത്ത ഒരാളായിരുന്നു ഈ ഹരികുമാർ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ വീടിന്റെ, അതായത് ഈ കൊട്ടുകാലക്കോണം എന്ന ഈ സ്ഥലത്ത് ഇവിടെ ഒരു സ്കൂളുണ്ട്. സ്കൂളിന്റെ നേരെ എതിർവശത്താണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീടുള്ളത്. ഒരു ചെറിയ വീടാണ്. കഷ്ടിച്ച ഒരാൾക്ക് നടന്നു പോകുന്ന ഒരു ഇടുങ്ങിയ വഴിയൊക്കെ ഉള്ള ഒരു വീടാണ്. ഇവിടെയായിരുന്നു ഇവർ കഴിഞ്ഞ 3 വർഷമായി താമസിച്ചുകൊണ്ടിരുന്നത്. ഇയാൾ വാഹനം വെച്ചിരുന്നത് റോഡിന് പുറത്താണ്. അവിടുത്തെ വീട്ടുകാരോട് പോലും അധികം സംസാരിച്ചിരുന്നില്ല. പിന്നീട് ഇയാൾ ജോലി ചെയ്തിരുന്നത് പല സ്ഥലങ്ങളിലായി ജോലി ചെയ്തിരുന്നതായി പറയുന്നു. അതായത് ഇയാൾ പഞ്ചവാദ്യം അഭ്യസിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് അത് പഞ്ചവാദ്യം കല അഭ്യസിച്ചത്. അതിനെ തുടർന്ന് ഈ ആലപ്പുഴയിൽ ഒരു പൂജാരിയുടെ കൂടെ സഹായത്തിനൊക്കെ, അവരുടെ ഒരു ക്ഷേത്രത്തിൽ സഹായത്തിനൊക്കെ പോയിരുന്നതായിട്ടും നാട്ടുകാർ പറയുന്നു. ഈ അടുത്ത കാലത്ത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനമായ നന്തങ്കോട് അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് താൽക്കാലികമായി ജോലി ചെയ്തിരുന്നു. ഈ അച്ഛന്റെ മരണത്തെ തുടർന്ന് ആ ജോലി പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു, നഷ്ടമാവുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇയാളെ കുറിച്ചിട്ടുള്ള, അതായത് അധികമൊന്നും ആളുകൾക്ക് ഇയാളുടെ ഒരു അധികം സംസാരിക്കാത്തത് കൊണ്ട് തന്നെ ഇയാളുടെ സ്വഭാവത്തെക്കുറിച്ചൊന്നും നാട്ടുകാർക്ക് വലിയ പിടിയില്ല. ഇയാൾക്ക് അധികം സൗഹൃദങ്ങളൊന്നുമില്ല. പുറത്ത് ഒരാള് ഈ ഒരു പൂജാരി ആയിട്ടൊരു ബന്ധമുണ്ടെന്നല്ലാതെ അധികം നാട്ടുകാരോട് പോലും അധികം സംസാരിക്കാത്ത ഒരാളായിരുന്നു ഇയാളെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇയാൾ കസ്റ്റഡിയിലുള്ള ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഇന്നലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാളെ വിശദമായി ചോദ്യത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് ഇന്നലെ നമ്മൾ കണ്ട കാഴ്ചയൊന്നുമല്ല. ഇപ്പോൾ ആളുകളൊക്കെ മാറിയിട്ടുണ്ട്. ഇന്നലെ ഈ സമയത്തൊക്കെ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഈ കുടുംബത്തിലെ ഒരാളാണെന്നൊക്കെ പോലീസ് മനസ്സിലാക്കിയ ശേഷം ഇവിടെ കൊണ്ടുപോയിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ കിണറ്റിലാണ് ഇന്നലെ കുഞ്ഞിന്റെ മൃതദേഹം കിടന്നത്. ഈ അമ്മയോടൊപ്പം കിടന്ന കുഞ്ഞിനെ അമ്മ രാവിലെ മൂത്ത മകളെ ശുചിമുറിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഇയാൾ അമ്മ കുഞ്ഞിനെ എടുത്ത് അച്ഛന്റെ അടുത്ത് കിടത്തുന്നു. ഈ സമയത്ത് അടുത്ത മുറിയിലുണ്ടായിരുന്ന ഇയാൾ കുഞ്ഞുമായി പുറത്തേക്ക് വന്ന് കിണറ്റിൽ
ഇടുകയായിരുന്നു. അങ്ങനെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും നാട്ടിൽ നടുക്കിയ ഒരു കൊലപാതകമാണ്. ആ കൊലപാതകത്തിന്റെ ചുരുള് ഏതാണ്ട് അഴിഞ്ഞു കഴിഞ്ഞു. ഇനി ചില ചോദ്യങ്ങൾ കൂടി മാത്രമാണ് ഉത്തരം കിട്ടേണ്ടത്. താങ്ക് യു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.